നീ അങ്ങോട്ട് നോക്കി. ഇതിപ്പോ നയൻതാരയുടെയും നമ്മുടെ വിജയുടെയും സാലറി എടുക്കുകയാണെങ്കിൽ വിജയുടെ സാലറി 100 കോടിയാണെങ്കിൽ നയൻതാരയുടെ 40 കോടിയാണ്. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. വിജയുടെ സാലറി 100 കോടിയാണെങ്കിൽ നയൻതാരയുടെ 40 കോടിയാണ്. അതെ, ഈ ഐഡിയോളജി തന്നെയാണ് എന്റെ ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടത്. അങ്ങനെയല്ല നോക്കണ്ടോ, വിജയുടെ പോലെ തന്നെ ബാക്കിയുള്ള ആണുങ്ങൾക്ക് അത്ര സാലറി കിട്ടില്ല. ഇല്ല. അപ്പൊ അങ്ങനെ ശരിയാവോ? പക്ഷെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതാണല്ലോ വിളിച്ചിട്ട് കാര്യമില്ലോ. അങ്ങനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന നടന്മാർക്കൊക്കെ വിജയുടെ എത്ര കാശ് കിട്ടുന്നുണ്ടോ? വേറെ ആരെയും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ഞാൻ മമ്മൂട്ടിയുടെ മോഹൻലാലിന് എത്ര കാശ് കിട്ടണത്? എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. വിജയുടെ ശമ്പളം എത്രയാ? 100 കോടി. മമ്മൂക്കാനോട് മോഹൻലാലിനേക്കാൾ നല്ല ആക്ടറാണോ? അല്ല, ഒരിക്കലും അല്ല. പിന്നെ എങ്ങനെ? കമലഹാസനേക്കാൾ നല്ല ആക്ടറാണോ വിജയ്? അപ്പൊ എങ്ങനെ ഇവർക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നു? ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അപ്പോ ഒരു സാധനം നല്ലതാവണമെന്നില്ല കൂടുതൽ പ്രതിഫലം കിട്ടാൻ. അത് ആണാവണമെന്നില്ല പെണ്ണാവണമെന്നില്ല. മനസ്സിലായ? മദ്യല്ല ഏറ്റവും വിറ്റ് പോണത് ബൈബിളല്ലോ. മദ്യല്ല ഏറ്റവും വിറ്റ് പോണത് ബൈബിളല്ലോ. ഒരു മര്യാദ വേണ്ടേ? വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നോടാ.